നമ്മുടെ അമ്മമാരൊക്കെ അരിക്കലത്തിലും കുടുക്കപാത്രത്തിലൊക്കെ പൈസ സ്വരുക്കൂട്ടി വെക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ സേവിങ്സ് പല വീട്ടിലെയും എമർജൻസി റിസർവ് ആണ്. അന്നൊക്കെ അച്ഛന്മാർക്ക് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് വകതിരിവോടെ ചെറിയ എമൗണ്ടെങ്കിലും എടുത്തു വെക്കാൻ അവർക്കറിയാമായിരുന്നു. പറഞ്ഞു വരുന്നത് സ്ത്രീകളുടെ സമ്പാദ്യശീലത്തെക്കുറിച്ചാണ്. ഇന്ന് കാലം മാറി, സ്ത്രീകളുടെ നിക്ഷേപ മനോഭാവത്തിലും പുരോഗതി വന്നു തുടങ്ങി. ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. SBI ഇക്കഴിഞ്ഞ ഡിസംബറിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം പുതിയതായി എത്തുന്ന 4 നിക്ഷേപകരിൽ ഒരാൾ സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. 2021 ശേഷം പ്രതിവർഷം ശരാശരി 30 മില്യണോളം പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ആകുന്നുണ്ട്. ഫോൺപേ വെൽത്ത് 1 ലക്ഷം വനിതാ നിക്ഷേപകരിൽ നടത്തിയ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന സ്ഥിരമായ വളർച്ചയാണ്. ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേയിൽ നമുക്ക് ഓഹരി വിപണിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്നത് നേരിട്ട് മനസ്സിലാക്കാം. കേരളത്തിൽ എത്രത്തോളം ഈ അവയർനെസ് വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫിനുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. വളരെ വർഷങ്ങളായുണ്ട്. ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ ശരിക്കും ഡിമാറ്റിൽ വളരെ നന്നായിട്ട് കൂടിയതായിട്ട് കാണാൻ പറ്റും. ഈവൻ എനിക്ക് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ സ്വർണം വാങ്ങാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ ETF കൂടെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അത് വളരെ സന്തോഷമായിട്ട് ഏറ്റെടുത്തിട്ട് വാങ്ങുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ ട്രേഡിംഗ് കോഴ്സൊക്കെ ആയിട്ട് പഠിച്ച് വളരെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ അഭിമുഖീകരിച്ച് അതിൽ ഫുൾ ടൈം സിൻസിയറായിട്ട് ട്രേഡിങ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈവൻ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരു സാന്നിധ്യം ഉള്ളതിൻ്റെ പേരിൽ തന്നെ പല ആൾക്കാരും അവനവൻ്റെ സേവിങ്സിൽ ഒരു ഭാഗം മ്യൂച്വൽ ഫണ്ടിലേക്കും ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ തന്നെ മാർക്കറ്റിൽ എൻ്റയർ പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിൽ കൂടി, അതോടൊപ്പം തന്നെ വുമൺ പാർട്ടിസിപ്പേഷനും ശരിക്കും വളരെ നന്നായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പേഴ്സൻറ്റേജ് പെൻഡാട്ടിൽ പുതിയ അക്കൗണ്ട് സ്ത്രീകൾ തുറക്കുന്നത് വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പിന്നെ വെച്ചാൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരുന്നു, അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തൊരു ഗുണം വെച്ചാൽ ഒത്തിരി സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ഇത് കാണുന്നത്. അങ്ങനെ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കടം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പൈസ കാര്യത്തിൽ ഇൻവോൾവ് ആവണം ഭയങ്കര കൂടായിരിക്കും. അപ്പോൾ ഞാൻ ഒത്തിരി കടം എങ്ങനെ ഒഴിവാക്കാതിനെ കുറിച്ചിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിത് കാണുകയും ഇവർ നിർബന്ധമായിട്ട് ഹസ്ബൻഡിനെ കാണിക്കുകയും വന്നിട്ട് അവർ നമ്മുടെ അടുത്ത് വരെയൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ വളരെ സീരിയസ് ആയിട്ട് മണി ആസ്പെക്ട്സിൽ വരുന്നുണ്ട്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സ് ഒരു കാര്യമാണ്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതൊക്കെ. പക്ഷേ പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് പറഞ്ഞ ഒരു ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ചിലപ്പോൾ റിട്ടേൺസ് കിട്ടിയെന്ന് വരും. പക്ഷേ നമുക്കൊരു ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു വെൽത്ത് ക്രിയേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെയാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണ്, ഞാൻ കൂടുതലും ETF ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു. കാരണം ഞാൻ ലോങ് ടേം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരുത്തർ ഫോക്കസ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഓരോ പേഴ്സണിൻ്റെയും ആവശ്യങ്ങൾ പലതായിരിക്കുമല്ലോ. അപ്പോൾ അവർ ഓരോന്നും ഡിഫർ ചെയ്തിരിക്കും. അപ്പോൾ അവർക്ക് ഷോർട്ട് ടേമിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസാണത്. ഇപ്പോൾ ഞാൻ ലോങ് ടേമിൽ നോക്കുന്നത് കൊണ്ടിട്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ETF ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അതർ ദാൻ കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേറെ. തീർച്ചയായിട്ടും സ്ത്രീകൾ ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്തേക്ക് വരണം. കാരണം ഒരു ഫാമിലിയുടെ കെട്ടുറപ്പിനുമൊക്കെ സ്ത്രീകൾ സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ റിസ്ക് മാനേജ് ചെയ്യാൻ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക മേഖലയിലുള്ള കാര്യത്തിൽ പുരുഷന്മാർ വളരെയധികം റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്ത്രീകൾ കുറച്ചുകൂടെ അത്രയും റിസ്ക് എടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെക്കാളും കൂടുതൽ ക്ഷമയുള്ളതും സ്ത്രീകൾക്കാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടതും ക്ഷമയാണ്. മാർക്കറ്റിൻ്റെ ഈ വോളറ്റാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ, അതായത് കയ്യിലുള്ള സ്റ്റോക്ക് താഴെ പോയി ആ സ്റ്റോക്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് തിരിച്ച് കയറുന്നത് വരെ ഒരു ക്ഷമ കാണിക്കുകയാണെങ്കിൽ അത് ശരിക്കും നമുക്ക് നല്ല റിട്ടേൺ കൊണ്ടുതരുമെന്നാണ് ഇത്രയും നാളത്തെ അനുഭവം തെളിയിക്കുന്നത്. അപ്പോൾ ആ ഒരു കഴിവ് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾ സാമ്പത്തിക
സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടതാണ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വരേണ്ടതാണ്. ഇതുപോലെ പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വളരെ കൃത്യമായി പഠിച്ച് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊരു ലൈക്ക് FD ഉണ്ട് പാരൻസ്, പിന്നെ എനിക്ക് PF എമൗണ്ട് ഉണ്ട്. ഞാൻ പ്രീവിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ എടുത്തിട്ടില്ല. സോ ഇസ് ഇറ്റ് ലൈക്ക് എൻ അസറ്റ് ഫോർ മീ. ഞാൻ അത് വെച്ച് പ്രീവിയസ് ആയിട്ട് ഗോൾഡ് എടുത്തിരുന്നു. അങ്ങനെ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഇത്തിരി കൂടി പ്രോഫിറ്റ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. അത് ഇത്തിരി കൂടി റെഗുലേറ്റഡ് ആയ കാരണം അതിൻ്റെ പ്രോഫിറ്റ് ഈൽഡിങ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ അത് പേഴ്സണലി എനിക്ക് ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ ഇൻകം ഈൽഡ് ഔട്ടും ചെയ്തിട്ടുണ്ട്. കുറച്ച് റിസ്ക് എടുക്കണമെന്നുള്ളൂ. നമ്മൾ ഒരിക്കലും ഭയങ്കര പേഷ്യൻസ് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺസ് അതിൽ നിന്ന് ഗ്യാരൻറ്റീഡ് ആണ്. നമുക്കിപ്പോൾ ഇന്നത്തെ കറൻറ്റ് സോഷ്യൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഹാബിറ്റിനേക്കാൾ കൂടുതൽ സ്പെൻഡിങ് ഹാബിറ്റാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് ആണല്ലോ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് പർച്ചേസ് അതാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒത്തിരി പർച്ചേസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് EMI അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ചുറ്റും അതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അതിന് കുറച്ചധികം ബെനിഫിറ്റ്സ് കൂടുതലുണ്ട്. നമുക്ക് ഇത്രയും നാളുണ്ടായ നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ്സ് ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, ഹൈ റിട്ടേൺ കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ ഒത്തിരി നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഇതാണ്. നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങിയാലാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് അത്യാവശ്യം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരുടെ ആ ഡിപ്പെൻഡൻസി മാറുന്നതിനും പിന്നെ അനാവശ്യമായ എന്താ പറയുക പർച്ചേസ് അങ്ങനത്തെ ഇതൊക്കെ സ്പെൻഡിങ് ഹാബിറ്റ് കുറയുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ് അതെന്ന് വെച്ചാൽ സ്പെൻഡിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയാതെ തന്നെ ഒരു SIP മോഡലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് ഭാവിയിൽ നമുക്ക് ബെനിഫിറ്റായി മാത്രമേ വരുള്ളൂ. എനിക്ക് പേഴ്സണലി എൻ്റെ ഗോൾസ് ബേസ് ചെയ്തിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ ഗോൾസ് എല്ലാം തന്നെ ലോങ് ടേം ആണ്. അപ്പം ഞാൻ ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി റിട്ടേൺ വൈസ് നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നിയത്. സോ ഞാൻ അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ ഒരു രീതിയിൽ നോക്കിയത്. ഞാൻ തുടക്കം മുതലേ ചിട്ടി അങ്ങനെയുള്ള ഇതിലാണ്, അത് പേഴ്സണലായിട്ട് നാട്ടിൽ തന്നെ നടത്തുന്ന ചിട്ടികളിലാണ് കൂടിയിട്ടുള്ളത്. അതൊന്നിൽ കൂടുതൽ ചിട്ടിയിൽ ഞാൻ ഇപ്പോൾ അംഗമാണ്. സോ അതാണ് ഒരു കഴിഞ്ഞ 4 വർഷമായിട്ടും ചെയ്തു വരുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും സ്വന്തമായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സ്വയം എന്താ പറയുക, നമ്മുടേതായ എന്ത് കാര്യങ്ങളും ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും മറ്റൊരാളെ ആശ്രയിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു ധൈര്യമൊക്കെ തരുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്കെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും അവരവർ പഠിച്ച് ജോലി ചെയ്ത് തുടങ്ങുന്ന സമയം മുതലേ ചെറിയ ചെറിയ രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കി സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാനും എല്ലാവർക്കും പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നു. ശരിയായ സമത്വം സ്ത്രീകളാണെന്ന പ്രത്യേക പരിഗണന ലഭിക്കുന്നതിലല്ല, മറിച്ച് പരസ്പരം ബഹുമാനിക്കുന്നതിലും അംഗീകരിക്കുന്നതിലുമാണ് നിലകൊള്ളുന്നത്. ഈ വനിതാ ദിനത്തിൽ ജെൻഡേഴ്സിന് വലിയ പ്രാധാന്യമില്ലാത്ത സാമ്പത്തിക ശാക്തീകരണമുള്ള ഭാവിക്കായി പ്രത്യാശിക്കാം.